കല്യാണം നടത്തി തരാം, ഇപ്പം സ്ത്രീധനത്തിനുള്ള കാശൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇല്ല ഞാൻ പോകുന്നെങ്കിൽ ഇവളെ കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്ത വീട്ടിലൊരു പെണ്ണുമായിട്ട് ഒരു സ്നേഹമുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ പെണ്ണെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൾ ബെറ്റിക്കോട്ടിട്ടുകൊണ്ട് കിടക്കണം. കുഞ്ഞ് കൊച്ചാ, അവൾ പഠിക്കുന്ന 4-5 ഒക്കെ പഠിക്കുന്ന കൊച്ചാ അവള്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴോ സ്നേഹമാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ ചോദിച്ചത് നിനക്ക് ഇപ്പോൾ ആരെ വേണം, ഇവിടെ വേണം അവളെ. അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്റെ കൂടെ ഇങ്ങ് വരും. ചിലവരൊക്കെ തരുമായിരുന്നു ഇദ്ദേഹം? അല്ല ഇപ്പൊ ഈ 1 വർഷമായിട്ട്? ഇല്ല 1 വർഷം കൊണ്ടില്ല, ഒന്നും തരുന്നില്ല. അദ്ദേഹമായിട്ട് വരുത്തി വെച്ച ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? കടവോ കാര്യങ്ങളോ? കടമുണ്ട്. അതാ ഞാനിപ്പോ ഇതിങ്ങനെ പരാതി കൊടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വീട് 1 ലക്ഷം രൂപ വീടിന് വേണ്ടി കിട്ടി പത്തനാപുരത്ത്. അപ്പം അത് പുള്ളിയുടെ ഭാര്യ ഞാനായതുകൊണ്ട് എൻ്റെ പേരിനെ ചെക്ക് മാറുള്ളൂ. ഇപ്പം എൻ്റെ പേരിന് ഇവിടെ ആനപ്പാറ തന്നെ നോട്ടീസ് വന്ന് ഞാൻ 1 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് അവർ നോട്ടീസ് അയച്ച്. ശരി. അപ്പൊ അതിന് അത് അദ്ദേഹത്തെ അറിയിച്ചോ? ഞാൻ അറിയിച്ചു. എന്തോ പറയുന്നു പുള്ളി? അങ്ങനെ എൻ്റെ അടുത്ത് ഒന്നും അങ്ങനെ സംസാരിക്കും. അമ്മായിയപ്പനാ സംസാരിക്കുന്നത് മൊത്തം. എന്താ അടച്ചോളാന്ന് പറയുന്നു? അവര് അവിടെ ചെന്ന് പറഞ്ഞോളാം, നിനക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ലിൻസി ഉദ്ദേശിക്കുന്നത് എന്ത് ഒരു തീരുമാനം ഇവിടുന്ന് കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കണം നേരുമാർഗത്തില്. അവളില്ലാതെ പുള്ളി 2 ഇതിലായിട്ട് നിൽക്കണ്ട. അതല്ലാതെ തന്നെ എന്നെയും കുഞ്ഞിനെ അന്വേഷിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയണം. കുട്ടിയോട് എങ്ങനെയാ ഇത്? കുട്ടിയെടുത്ത് ജീവനാ ഇപ്പൊ ഈ കുട്ടിയുടെ. എനിക്ക് നിങ്ങൾ ഈ 100% ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് അവര് എന്തെല്ലാം അല്ലാന്ന് പറഞ്ഞാൽ തന്നെയും അവരൊരു പക്ഷേ ഇയാളുടെ കൂടെ താമസിക്കാറുണ്ടൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കണം. അവര് സപ്പോർട്ടായിരിക്കും. അത് ഉറപ്പാണോ ഇല്ലയോ എന്നുള്ളത് അറിയണം. കാരണം ചെറിയൊരു സംഗതിയായിട്ട് നിന്നിട്ട് അത് ആരോ അറിയാതെ അങ്ങ് വീട്ടുകാർ തങ്ങൾ അറിഞ്ഞിട്ട് ആ പെണ്ണിനെ ശാസിച്ച് തൽക്കാലത്തേക്ക് മറ്റെവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുകയോ ഇയാളെ വിളിച്ചിട്ട് വളരെ ഗൗരവത്തോടുകൂടി ആ വീട്ടുകാർ വിളിച്ച് വാൺ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അവിടെ കൊണ്ട് നിന്നേനെ. അവര് സപ്പോർട്ടാണ്. അതാണ് അവരുടെ ആ കുട്ടിയുടെ ആൾക്കാരെല്ലാം സപ്പോർട്ടാണ്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഇവരിതിനെ ആദ്യം അങ്ങ് ഭയങ്കര ഇഷ്യൂ ആക്കി. അപ്പൊ അതിനനുസരിച്ച് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ലിൻസി ഇതിനോട് വിഷമവും പ്രശ്നങ്ങളും. അപ്പൊ ഇയാളിത് ഒളിച്ചോടി അയാൾ മദ്യപാനി ആയതൊക്കെ ആ ഒരു ഇതിലാണ്. കാരണം മാനം കെട്ട് പോയല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇയാൾക്ക് ഇനിയിപ്പോ ആരെന്ത് വിചാരിച്ചാലെന്താ എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അപ്പൊ നിങ്ങളെ ഉപദ്രവിക്കോ അങ്ങനെ വല്ലതും ചെയ്യുമായിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല, സൈലന്റ് ആണ് എപ്പോഴും. ഞാൻ ഇങ്ങനെ ചോദിക്കും, അപ്പോൾ നിനക്ക് നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയാം. ഞാൻ ചിലപ്പോൾ ഫോൺ വിളിച്ച് അവൾ മെസ്സേജ് അയച്ചേക്കണം എന്ത് പിന്നെ അതങ്ങ് കളഞ്ഞൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കാൻ പറയും. അത് ചുമ്മാ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്നും പറഞ്ഞു. പിന്നെ ഫോണങ്ങ് മാറി. എവിടെ വന്ന് കിടക്കാൻ നേരത്ത് ഫോൺ എവിടെയെങ്കിലും തലേണ കീഴിലോ മെത്തയുടെ കീഴിലോ എവിടെയെങ്കിലും ഭാഗത്ത് വെച്ചിട്ടാണ് വന്ന് കിടക്കുന്നത്. മോന് പൈസ എല്ലാം ഒപ്പിച്ച് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടി പൈസ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറ്റും. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന്. അപ്പോൾ എനിക്ക് മറ്റേ ആ ഒരു വിഷയം കിടക്കുന്നതിനെ പോലെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ പപ്പയമ്മയും കൂട്ടി വിടാം, അവരുടെ കൂടെ വാ. അത് ഞാൻ ആയല്ലേ പറഞ്ഞത്? ഇല്ല മേഡം, അവിടെ അപ്പം പറഞ്ഞ് ഇതുപോലെ നീ വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചു. വിളിക്കുന്ന മൊത്തം അമ്മായി അപ്പനും അമ്മായിയമ്മ അങ്ങനെ വിളിക്കാറില്ല. കൂടുതൽ അമ്മായി അപ്പന. ഈ വഴക്കാണെങ്കിൽ എന്നോട് സ്നേഹം കൂടുതലാ. അപ്പം പറഞ്ഞ് അമ്മായിയപ്പൻ പറഞ്ഞ് മക്കളെ നീ ഇങ്ങി വാ കുഞ്ഞിനെ കൊണ്ട്. അവൻ എവിടെ പോട്ടെ, നമുക്ക് അവനെ പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം. നീ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വാ, TC വാങ്ങിച്ചോണ്ട്. ഞാൻ പറയില്ല. പിന്നെ എൻ്റെ ഭർത്താവ് വേണ്ടേ എന്നെ അന്വേഷിക്കാനേ. ഭർത്താവില്ലാതെ ഞാൻ പിന്നെ അവിടെ വന്നിട്ട് ഞാൻ അമ്മായിയപ്പനോട് എല്ലാം എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കട്ടെ. അന്നേരം വിളിക്കും, നീ വേണമെങ്കിൽ അവിടെ വന്ന് കൊച്ചിന് TC വാങ്ങിച്ച് വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചു. ഞാൻ ദൂരെ ഇങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോകും, എന്നെ നോക്കണ്ട, നീ വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചോ എന്ന് പറയും. അങ്ങനെയാണോ? അങ്ങനെയല്ല, അത് തെറ്റാണ്. അതൊരു ശരിയല്ല. ഇപ്പം ജോലി എടുക്കുന്ന എവിടെയാ? ഞാനിപ്പം തളിപ്പറമ്പിൽ ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ചിറ്റാരിക്കൽ കോൺട്രാക്ട് പണി ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും പോയി. എനിക്ക് അവിടെ നാട്ടിൽ കണ്ണൂർ പണിയില്ലാണ്ടാകുമ്പോഴത്തേന് ഞാൻ പണി തിരക്കി മറ്റുള്ള കോൺട്രാക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ അവരോട് പണിക്ക് പോകും. എനിക്ക് മേസൺ പണി. അത് നമ്മുടെ ഈ നാട്ടിൽ ഇഷ്ടം പോലെ പണി കിട്ടുമല്ലോ. അത് തന്നെ. ഞാൻ കണ്ണൂർ വരെ പോകുന്ന എന്തിന്? ഭാര്യയും കുഞ്ഞും ഇവിടെ ഉള്ളപ്പോഴ് അവരെ സംരക്ഷിക്കാതെ നിങ്ങൾ കണ്ണൂർ പോയി ജോലി ചെയ്യുന്ന എന്തിനാ? കണ്ണൂർ എന്റെ പപ്പയമ്മ താമസമാ. എന്റെ വീട് കണ്ണൂരാ. അങ്ങനെയാണെങ്കിൽ ഭാര്യയും കുഞ്ഞും ഇവിടെ അല്ലയോ താമസിക്കുന്നത്? അത് ഇപ്പോഴല്ലേ, ഇപ്പഴീ 9 മാസം കൊണ്ടല്ലേ ഇവിടെ താമസമായത്. ഇല്ല മേഡം, ഞാൻ ഇപ്പം 3 വർഷമായി മോൻ ഇവിടെ ആനപ്പാറ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട്. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ മോനെ TC മതി, നമുക്ക് അങ്ങ് പോവാം. വേണ്ട എനിക്ക് അവിടുത്തെ ഇതോ ഈ വലിയ കട്ടയൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഭാരമൊന്നും പറ്റത്തില്ല, അവിടെ ജോലി എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവിടുത്തെ പോലെ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂലെന്ന് പറയും. മോൻ ഇവിടെ നിന്ന് പഠിക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നാൾ ഈ പാലോടോ അങ്ങാണ്ടോ പാങ്ങോടോ ആ ഭാഗത്തൊക്കെ കുറച്ച് നാളൊക്കെ ജോലിക്ക് പോകും. അപ്പം കൂടെ നിൽക്കുന്ന അവന്മാർ പറഞ്ഞു, അണ്ണാ നിനക്ക് ശരിയല്ല, നീ ഈ പെണ്ണുമായിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യണം, മര്യാദയ്ക്ക് പിന്നെ കേസെല്ലാം ഒത്തീർപ്പ്
പോയി പിന്നെ വന്നില്ല. ഇപ്പം ഇടയ്ക്ക് ഇപ്പന്മാർ വന്ന് എൻ്റെ കൂടെ പറയും ഇതുപോലെ ആ കൊച്ചു അവിടെ വന്നിരുന്നു അവരുമായിട്ട് സംസാരം. അപ്പം ഞാനിങ്ങനെ ചോദിക്കും. അവര് ഒക്കെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിതിരക്കടുത്താണല്ലേ അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഇല്ല, പത്തനാപുരത്തിനടുത്ത് ഈ പ്രദേശത്താണ്. പത്തനാപുരത്താണ്. ഇവിടെ ഈ പാങ്ങോട് പറഞ്ഞ കല്ലറ പാങ്ങോട് എന്ന സ്ഥലം പണിയുണ്ടായിരുന്നു. 2-3 സൈറ്റ് ഉണ്ടായിരുന്നു. പണിക്കാർ ചെയ്യിക്കുമായിരുന്നു അവിടെ. അപ്പോൾ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പണിയിൽ നഷ്ടം വന്നായിരുന്നു. നഷ്ടം വന്നപ്പോഴത്തേന് ഈ കൂടെ നിന്നവർ തന്നെ പിന്നെ അവരങ്ങ് പിന്മാറി. അവർ ഈ നഷ്ടം എല്ലാവരും വഹിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ കണ്ണൂരിലേക്ക് പോവാ. കണ്ണൂരിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലല്ല പോയത്, ഇവരുടെ അമ്മയുടെ വീട്ടിലാണ് പോയത്. ഞാനില്ലാതെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. ഞാൻ ഇവിടെ നിന്ന് കാസർഗോഡ് ചെന്നപ്പോൾ അവിടെ നിന്ന് ഇപ്പം ആനപ്പാറ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പുള്ളി വീട്ടിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനെന്നാൽ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നു. കുറച്ച് ദിവസം ഇങ്ങനെ കൊച്ചിച്ചൻ്റെ വീട്ടിൽ, വല്യച്ഛൻ്റെ വീട്ടിൽ, അപ്പച്ചൻ്റെ വീട്ടിൽ ഇങ്ങനെ മാറി താമസിക്കുന്നു. അപ്പോൾ ഒരോടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ശരി എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, നിങ്ങളും ജോലി ചെയ്തിട്ട് പൈസ ഒന്നും തരുന്നില്ല, കടമെന്നാണ് പറയുന്നത്, ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ ഓട്ടോയിൽ ഞാനും അമ്മായിയപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ നീ ഇപ്പോൾ ജോലിക്ക് പോയാൽ, ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവെ ജോലി ചെയ്ത് തരുന്നില്ല, പിന്നെ ഞാൻ എവിടെയും ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് കവടിയാറിലൊരു വീട്ടിൽ ജോലിക്ക് വേണ്ടി പോകാം. അപ്പോൾ ഹോട്ടലിൽ എൻ്റെ അമ്മായിയപ്പനുണ്ട്. അപ്പം പുള്ളി ആനാട് ജംഗ്ഷനിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നീ എവിടെ പോകുന്നു, നീ ജോലി വേണ്ട കുഞ്ഞ്, വേറെ നമുക്കിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, ഞാൻ ജോലി ചെയ്ത് കുഞ്ഞിനെ നോക്കാം, നിന്നെ നോക്കാം, നീ ഇപ്പോൾ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അടുത്തല്ലേ എവിടെ പോകുന്നത് എന്താണെന്ന് ഒന്നും പറയുന്നില്ല.